ഹനാൻ പറഞ്ഞ വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ലെന്ന്. ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് രേണുസുധിയുടെ തെറിയായിട്ട് ഞാൻ ചാടി എഴുന്നേക്കുന്നത്. രേണുസുധി ഉണ്ടല്ലോ, കുറച്ചു നേരം മുമ്പ് പച്ചത്തെറിയായിട്ട് ബാറിലിരുന്ന് എന്തൊക്കെയോ കഴിച്ചിട്ട് പച്ചത്തെറി പറയാട്ടോ. എങ്ങനെ പറയാതിരിക്കും ഗൈസ്. രേണുസുധി സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വലിയ കാര്യത്തിന് ആരംഭിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ 2-2.5 ലക്ഷത്തോളമൊക്കെ കിട്ടി. അത്രയും ആൾക്കാർ രേണുവിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന, രേണുവിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. എന്നിട്ടാണ് നമ്മളെ വീഡിയോ ചെയ്യുമ്പോൾ എന്തിനാടി രേണുവിൻ്റെ വീഡിയോ ചെയ്യണേ, എന്തിനാടി രേണുവിൻ്റെ വീഡിയോ ചെയ്യുന്നേ, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടന്നിട്ട് നിങ്ങളൊക്കെ പോയിട്ട് രേണുവിൻ്റെ അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്തല്ലേ കൊച്ചു കള്ളന്മാർ. എന്നിട്ട് നിങ്ങൾ എന്ത് ചതിയെ കാണിക്കുന്നേ, അതെല്ലാം എടുത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തിടും. എന്നിട്ട് നമ്മളെ കൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യിപ്പിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇതേ കുറച്ച് മുമ്പ് രേണുസുധി ആണെങ്കിൽ പച്ചത്തെറി പറഞ്ഞുകൊണ്ട് വന്നേക്കാന്നേ. തെറി പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയാണ്. അത് അങ്ങനെയാണല്ലോ, ആർക്ക് എന്ത് സംഭവിച്ചാലും ഈ യൂട്യൂബേഴ്സിന്റെ തലയിലേക്കാണല്ലോ വരുന്നത്. കൊട്ട് ചെണ്ടയ്ക്കും കാശ് വാദ്യാർക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ആരെന്ത് ചെയ്താലും എല്ലാവരും കൂടി നെഞ്ചത്തേക്ക് കയറി വരും. ഇപ്പോൾ സംഭവം അതല്ല. സംഭവം ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ രേണുസുധി ഈ പച്ചത്തെറി പറഞ്ഞുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ല, യൂട്യൂബേഴ്സിന് നെഞ്ചത്ത് വരുന്നേക്ക് മുമ്പ് ഇതിനൊരു മറുപടി കൊടുക്ക് രേണു. ആദ്യം അതിനൊരു മറുപടി കൊടുക്ക്. പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടിൽ. ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ഉള്ളപ്പോഴും ഈ സുജയുടെ അറിയാണ്ട് ഇവൾക്ക് 1-2 റിലേഷൻ ഉണ്ടായിരുന്നു. ഇവളുടെ അത്ര പ്രായമില്ല. പയ്യൻ എത്ര 20-25 അതിന്റെ ഉള്ളിലുള്ള പയ്യന് പ്രായം. ആ പയ്യനായിട്ട് എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി ഫിസിക്കലി റിലേഷനായി. അങ്ങനെ റിലേഷനായിട്ട് ഇവള് പ്രഗ്നന്റ് ആയി. ഇവള് പ്രഗ്നന്റ് ആയി. അപ്പൊ എന്താ വെച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തൊരു ചേച്ചി കൂടിയുണ്ടായിരുന്നു. ഈ 3 പേർക്ക് കാര്യം അറിയുള്ളായിരുന്നു. എനിക്ക് അങ്ങോട്ട് വലിയ വിഷമായി. കാരണം നമ്മൾ അത്രമാത്രം എനിക്ക് തിന്നാൻ തന്നെ ആഹാരം ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഓടിച്ചാ. അതുവരെ ഞാൻ അതിന്റെ പകുതി കൊടുത്ത് എന്താ പറയുക, ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത്രയും വാല്യൂ ചെയ്ത് എന്റെ അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു കൂട്ടുകാരിയായിട്ട് കണ്ടിട്ട്. രേണുവിനെ കുറിച്ച് ഇത്രയ്ക്ക് പച്ചയ്ക്ക് മറ്റാരും പറഞ്ഞിട്ടില്ല. ഹനാൻ ഇത്രയ്ക്ക് പച്ചയ്ക്ക് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിലാണ് കേട്ടോ ഹനാൻ ഇതൊക്കെ പറയുന്നത്. സത്യത്തിൽ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയില്ല. ഹനാനെന്നല്ല, ഒരു സ്ത്രീയും അല്ലെങ്കിൽ ആരാണെങ്കിലും നീ പ്രഗ്നൻ്റ് ആയിരുന്നു, 10-22 വയസ്സ് പ്രായം മാത്രമുള്ള ചെക്കനോട് നീ പ്രഗ്നൻ്റ് ആയിരുന്നു, എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ മറ്റൊരാളിൽ പ്രഗ്നൻ്റ് ആയിരുന്നു, അത് അബോർഷൻ ഇന്ന ഹോസ്പിറ്റലാണ് നടത്തിയത്, അതിന് കൂട്ടുനിന്നത് ഇവരൊക്കെയാണ് എന്നൊക്കെ പച്ചയ്ക്ക് ഒരാൾ വെറുതെ ചുമ്മാ ഒരാൾ പറയില്ല. ആരെന്ത് പറഞ്ഞാലും രേണുസുധി, അവൻ്റെ നെഞ്ചത്തേക്ക് വരുന്ന രേണുസുധി എന്തുകൊണ്ട് ഹനാൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല? അതിനും രേണുവിന് മറുപടിയുണ്ട്. ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പൊങ്ങുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഓക്കെ, ശരി, ഓക്കെ, സെറ്റ്. ഞാനത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ലെന്ന്. എല്ലാത്തിനും പ്രതികരിക്കുന്ന രേണു എന്താ ആ കാര്യം മാത്രം പ്രതികരിക്കാത്ത? ലോകത്തിൽ ആദ്യമായിട്ട് രേണു അല്ല അബോർഷൻ എന്ന് പറയുന്നവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതിപ്പോൾ ലീഗലി അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കാം. രേണുസുധിയുടെ എന്തുകൊണ്ട് ഇത് ഇത്രയ്ക്ക് ചർച്ചയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരുത്തനുമായിട്ട് പ്രഗ്നൻ്റ് ആവുകയും അതിനെ തുടർന്ന് അബോർഷൻ നടത്തി എന്നുള്ള കാര്യം കൂടെ നിന്ന് ആ സമയത്ത് കൂട്ടുണ്ടായിരുന്ന ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്ത് പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു വഴക്കിൻ്റെയും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ചർച്ചയുടെയും പേരിൽ ഇതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു മീഡിയയുടെ മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നു. രേണുവിനെ പോലുള്ള രേണു പറഞ്ഞ പോലെ സെലിബ്രിറ്റിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ രേണുവിനെ വളർത്തിക്കൊണ്ട് വന്ന യൂട്യൂബേഴ്സ്, രേണു ബിഗ് ബോസിൽ പോകാൻ വരെ കാരണക്കാരായ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇതൊക്കെ റിയാക്ട് ചെയ്യില്ല രേണു? ആ റിയാക്ട് ചെയ്യും. അത് ചോദിക്കുക, അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥ രേണുവിനുണ്ട്. രേണു ഇപ്പോൾ പറയുന്നത് നിങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കുക, ഏതാണ് ചെക്കെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് രേണുവിനോടുള്ള ചോദ്യമാണ്. ആരുടെ ചോദ്യം? ഹനാൻ്റെ ചോദ്യം. ഇതെല്ലാം നേരിട്ട് പരിചയമുള്ള ഒരാൾ അതിന് എല്ലാവരുടെ വീഡിയോയ്ക്ക് ഇങ്ങനെ വള ഇങ്ങനെ മറുപടി കൊടുക്കുന്ന രേണു, അല്ലെങ്കിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന രേണു, എന്താ പറ്റി ഇതിന് മറുപടി കൊടുക്കാത്തേ? ബാക്കി കൂടി നമുക്ക് എന്തായാലും കേൾക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലാത്തവരുടെ ഒക്കെ എടുത്ത് അവൾ ചാടുന്നല്ലോ, ഇത് സത്യമാണോ? നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്? നാണമാകുന്നില്ലേ അത് പിന്നെയും കുത്തിപ്പൊക്കി എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ? ഓക്കെ, ശരി, നിങ്ങളിങ്ങനെ സ്ഥാപിക്കുന്നവർ ഏതായാലും ഞാൻ എന്താ പറയുക, ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, അതിൻ്റെ ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യും. അല്ല ഇപ്പം എനിക്ക് എന്താ പറയാൻ പറ്റുന്നത്?
നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാതിരിക്കുമായിരുന്നു. കാരണം ഹനാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞെന്നും എനിക്കറിയില്ല. ഞാനൊരു കുറ്റം പ്രതികരിച്ചാൽ നാറും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പ്രതികരിക്കാതിരിക്കായിരുന്നു. പ്രതികരിച്ചാൽ നാറും. പറഞ്ഞായിട്ട് എങ്ങും കാണുന്നില്ല. പിന്നെ അവരെന്താണ് തിരിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പം അവരെൻ്റെ കൂട്ടുകാരിയല്ല. കാരണം എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയല്ല. സോ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയാതെ അവരെൻ്റെ കൂട്ടുകാരിയല്ല. അതെന്താണെന്ന് അറിയോ രേണു? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഓ, നിങ്ങൾ കൊല്ലത്താണല്ലോ, ഓക്കെ പോട്ടെ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. പഴഞ്ചൊല്ലെന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ? ബനാന ടോക്ക്. ഇപ്പം ഇംഗ്ലീഷല്ലേ അറിയത്തുള്ളൂ. ഓക്കെ, ബനാന ടോക്ക് ഉണ്ട്. നമ്മൾ നമ്മുടെ കൂടെ നിന്നവരെ ചതിക്കും. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും വഴി നമ്മൾ ആരുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ചതിക്കും. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ രേണുവിനെ സംബന്ധിച്ച് രേണു കൂടെ നിന്ന് ഒരുപാട് പേര് രേണുവിനെ സഹായിച്ചവരും, സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബിഷപ്പ്, അത് ഇഷ്ടപ്പെടില്ല ബിഷപ്പിനെ പറയണത്. കാരണം അത്രയ്ക്ക് വല്ല പണിയാണ് ബിഷപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിഷപ്പിനെ ആണെങ്കിലും ബാക്കിയുള്ള കടന്നു സഹായിച്ചവരാണെങ്കിലും അല്ലാതെ സഹായിച്ചവരൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തേച്ചിട്ടുണ്ടല്ലോ. ആ തേപ്പ് കൂടെ നിന്ന ആൾ, ഇതൊക്കെ കണ്ടുപഠിച്ച ആൾ വേറെ രേണുവിനെ സൈഡിൽ കൂടെ തേച്ചു. വെറുതെ എന്നെ ഇട്ടി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യ ഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഗർഭം സുധിച്ചേട്ടൻ കുറെ മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അടിസ്ഥാനം, ക്രൂശിക്കൽ എന്നൊക്കെ. വേറൊരു വോയിസ്, സുധിച്ചേട്ടനുള്ളപ്പോ ഞാൻ ആരാണ്ട ഗർഭം ധരിച്ചത്. നിനക്കൊക്കെ നാണമാകുന്നില്ല? നിന്റെയൊക്കെ വീട്ടിലേക്ക് ഞങ്ങളെന്തിനാ നാണിക്കണേ? ഞങ്ങളെന്തിനാ നാണിക്കുന്നേ? ഇത് സംഭവിച്ച ആൾക്കല്ലേ നാണം വേണോ മാനോ വേണ്ടത്? നമുക്കാണോ? നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല, നമുക്ക് പറയാനുള്ള പ്രശ്നം ഒന്ന് പോരേണോ? കാര്യം അന്വേഷിക്കാനുള്ളതിന് ഈ രേണുസുതി എന്ത് കാണിക്കുന്നത് നോക്കി നടക്കുന്ന ചെറ്റകളാണല്ലോ നീയൊക്കെ. രേണുസുതി എന്ത് കാണിക്കുന്നത് നോക്കി നടന്ന് രേണുസുതിക്ക് രേണുസുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ വരെ ആരംഭിക്കാനുള്ള വകുപ്പിലേക്ക് എത്തിച്ചത് ഈ രേണുവിനെ നോക്കി നടന്നവരാണ്. ഒരു ഘട്ടം എത്തിയപ്പോൾ ഇപ്പം അവരാരും വേണ്ടിയോ? ഞാനൊക്കെ ബിഗ് ബോസിൽ പോയി വന്ന ശേഷമുള്ള രേണു എന്ന് പറയുന്നൊരു കണ്ടന്റ് തന്നെ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ രേണുവിനെ നോക്കില്ലായിരുന്നു. പക്ഷേ രേണുവിനെ വളർത്തിക്കൊണ്ടു വന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ഘട്ടം എത്തിയപ്പോൾ മറ്റുള്ളവരെ തേക്കുന്ന പോലെ തേക്കാന്ന് വിചാരിച്ചോ? വിടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നാലെ വരും. സ്വാഭാവികം. നാണോ മാനമില്ലേ? ഹനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഇരിക്കുവായിരുന്നു. പക്ഷെ ഹനാൻ തന്നെ കൊണ്ടുവരട്ടെ ആ ഉത്തരവാദിയെ. ഒരു 22 വയസ്സുള്ള ചെറുക്കനെന്ന് പറഞ്ഞില്ലേ വെല്ലുവിളി. ഇത്രയൊക്കെ ഹനാന് ഒരു മീഡിയയുടെ മുന്നിൽ നോക്കി പറയാനായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഹനാൻ അതിന്റെ പിന്നിലുള്ള ആളാണെന്നോ ആരാണെന്നോ അറിയാമായിരിക്കും അല്ലേ? അല്ലാതെ ഒരാൾ പറയുമോ? ഇല്ലേ? ചുമ്മാ വെറുതെ ഇങ്ങനെ ഒരു ഇത് പറയുന്ന ഒരു ടൈപ്പ് അല്ല ഹനാൻ. അഥവാ ഹനാൻ വെറുതെ പറഞ്ഞാണെങ്കിൽ ആ പണി ഹനാൻ വാങ്ങിച്ചു കൂട്ടും. ഇൻ കേസ് ഹനാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇപ്പോൾ ഹനാനുള്ള വെല്ലുവിളിയുമായിട്ടാണ് രേണുസുതി എത്തിയിരിക്കുന്നത്. ആരാണെന്ന് ഹനാൻ കൊണ്ടുപോവാ. ഹനാൻ പറ, ഹനാൻ ആരാണ് ആ ചെറുക്കനെ കൊണ്ടുവരട്ടെ. പിന്നെ പണ്ടത്തെ ഒരു വോയിസ് ഞാൻ അറിഞ്ഞില്ല, ഫിറോസിക്കാടെ ഒരു വോയിസും ഇട്ടെന്ന് ഞാൻ അറിഞ്ഞ CC ക്യാമറ കണ്ടെങ്കിൽ കൊണ്ട് വരട്ടെന്നേ. ആണില്ലാതെ പെണ്ണ് ഗർഭിണിയാകത്തില്ലല്ലോ, മനസ്സിലായോ? കൊണ്ടുവാടാ, എല്ലാവരും കൊണ്ടുപോവാ. ഈ പറയുന്നവനെല്ലാം കൊണ്ടുപോവാ ഇതിന്റെ ഉത്തരവാദി. അത് ശരി, റീച്ച് ഉണ്ടാക്കി തന്നാൽ മാത്രം പോരാ, പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയെയും കൂടി കണ്ടുപിടിച്ച് തരണ. കൊള്ളാലോ. ഉത്തരവാദിയെ അല്ലെങ്കിൽ ഉത്തരവാദികളെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് കേസ് കൊടുക്കാം. എന്തായാലും പീഡനമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആവണമെന്നില്ലല്ലോ. ഒരു പെണ്ണ് ഗർഭിണിയാവണത് പീഡനം കൊണ്ട് മാത്രം ആവണമെന്നുണ്ടോ? തന്നെ ഞാൻ അബോർഷൻ ആക്കണമെങ്കിൽ. സോ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉത്തരവാദിയെ കൊണ്ടുപോവാ, മനസ്സിലായല്ലോ? അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, സെറ്റ്. ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റ് ഇനോഗ്രേഷന് പോയിട്ട് അവിടെ ചെന്നിട്ട് വായി തോന്നിയ കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അവസാനം ബോധം വരുമ്പോഴായിരിക്കും അറിയുന്നത്, അല്ലെങ്കിൽ പിന്നീടായിരിക്കും ആലോചിക്കുന്നത് ഞാൻ എന്തിനിതൊക്കെ പറഞ്ഞു എൻ്റെ ഈശ്വരാന്ന്. ഹനാനെങ്ങാനും സത്യം കൊണ്ട് വന്നാൽ ഒരാൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ശാന്തിപിള. പുള്ളി പോയോ? പുള്ളി ഇതുപോലെ കുറേ സത്യങ്ങൾ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി നാട് വിട്ട്. എന്തൊക്കെയാണെങ്കിലും രേണുവിൻ്റെ ബാറിൽ ഇനോഗ്രേഷനൊക്കെ തകർപ്പനായിട്ട് നടക്കുന്നു. ഇവിടെ കേരളത്തിൽ ആരോ പറഞ്ഞു കുന്നംകുളത്തെ തമന്നയാണ് രേണുസുതിന്ന്. അതിനുശേഷം ഇപ്പം തമന്നയുടെ പാട്ട് വെച്ച് തമന്നയാണെന്ന് പറഞ്ഞ് നടക്കണം. എൻ്റെ ഈശ്വര, നമുക്കൊന്ന് കാണാട്ടോ. രേണുവിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരാണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഞാൻ പറയണമെന്ന് കരുതിയിട്ടുള്ളതാണ്. രേണുവിൻ്റെ ഹെയർ എന്ന് പറഞ്ഞത് ഗോൾഡൻ ഹെയർ ആണ്. അപ്പോൾ ആ ഗോൾഡൻ ഹെയറിനെ ബ്ലാക്ക് എക്സ്റ്റൻഷൻ കൊണ്ട് വെക്കുന്നത് നിങ്ങൾക്ക് ഇച്ചിരി ബോധമില്ല. ഇത് ഏത് ആർട്ടിസ്റ്റാണ് ഈ രേണുവിന് ഈ ഹെയർ
സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഏത് ഇനോഗ്രേഷൻ ആണെങ്കിലും ഏത് പരിപാടിക്ക് രേണു പോയിട്ടുണ്ടെങ്കിലും രേണുവിൻ്റെ ഗോൾഡൻ കളർ ആയിട്ടുള്ള ഹെയർ ആണ്. ഈ ഗോൾഡൻ ഹെയർ കൊണ്ടുപോയിട്ട് ബ്ലാക്ക് എക്സ്റ്റൻഷൻ വെക്കും. നിങ്ങൾക്ക് അതേ കളറുള്ള എക്സ്റ്റൻഷൻ വെച്ചാൽ പോരെ, എന്തിനാണ്? അതിന് സെൻസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അതെന്ത് കിട്ടിയാലും എടുത്ത് ഇടും, ഇച്ചിരി മെനവെക്കട്ടെ എന്ന് വെച്ചിട്ട്. അതെന്ത് കിട്ടിയാലും കൂടെ വെക്കാൻ റെഡിയാവും. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്ന ആർട്ടിസ്റ്റുമാർക്ക് കുറച്ച് ബുദ്ധിബോധമില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നത്? ഇപ്പം തന്നെ നോക്കിക്കോ, ഈ വീഡിയോയിൽ ബ്ലാക്ക് ഹെയർ എക്സ്റ്റൻഷനാണ് വെച്ചിരിക്കുന്നത് ഗോൾഡൻ ഹെയറിന്. എന്തൊരു വൃത്തിയാടാ നോക്കിയേ. അത് ആ ഫുൾ ഗോൾഡൻ ആയി ഇച്ചിരിങ്ങനെ കറക്റ്റ് ബ്ലാക്ക് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഒരു സെൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെയാണല്ലോ എൻ്റെ പൊന്നു രേണുവിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ് കൂടെ നടക്കുന്നത്. ഇത് പിന്നെ അവിടത്തെ ആയിരിക്കും, പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും, പലപ്പോഴും പറയണമെന്ന് വിചാരിക്കും, പിന്നെ വിട്ടുപോകും. എന്തായാലും ഹനാൻ്റെ നേർക്ക് വെല്ലുവിളിയുമായിട്ട് രേണുസുതി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹനാൻ വാപോയ കോടാലി പോലെയാണ് തോന്നിയത്. എന്ത് വിളിച്ചു പറയാൻ പറ്റില്ല. എൻ്റെ പൊന്നു രേണു എല്ലാവരോടും വെല്ലുവിളിച്ച പോലെ അല്ല കേട്ടോ ഹനാൻ്റെ അടുത്ത് വെല്ലുവിളിച്ചത്. എന്തായാലും നമുക്ക് നോക്കാം അത് എവിടെ വരെ പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത് അവരവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്തതാണ്. അവർക്കറിയാം കുറേ പേര് അങ്ങോട്ട് വരും, എന്തൊക്കെയോ തെളിയിക്കാനോ എന്തൊക്കെയോ ഇതിന് വേണ്ടി. ഓക്കെ, അവരതങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കണ്ട് പൈസ ചെറിയൊരു എമൗണ്ടാണ് രേണു ഇതിന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പുറത്തിടുന്നത് നല്ല പരിപാടിയാണോ? അത് ആര് ചെയ്താലും അത് മോശമായിട്ടുള്ള പരിപാടി കേട്ടോ. കാണണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യും, പൈസ കൊടുത്തിട്ട് കണ്ടാൽ മതി എന്ന് രേണുവിൻ്റെ ഇതൊക്കെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിട്ടിരിക്കുക കേട്ടോ. രേണുസുതിനെ സംബന്ധിച്ച് സബ്സ്ക്രിപ്ഷൻ എന്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് മന്ത്ലി ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഫെയിം പിടിച്ചു നിർത്തണം. ആയുഷ്കാലം മുഴുവൻ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കണമെങ്കിൽ രേണുസുതിക്ക് ഇതേപോലെയുള്ള മീഡിയാസ് വേണം, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് വേണം. അതിന് വേണ്ടി രേണുസുതി ഇതുപോലെ തുള്ളിക്കളിക്കയുടെ കുഞ്ഞുപുഴു എന്ന് പറഞ്ഞ പോലെ കളിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ മുമ്പത്തത്ര അങ്ങോട്ട് വെറുപ്പിക്കലില്ല. കാരണം ലീഗലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ പോയിട്ടുണ്ട്, എക്സൈസ് ഓഫീസിൽ കേസ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ സൈബർ സെല്ലിൽ കേസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാറിൽ ഇനോഗ്രേഷൻ്റെ അടിയിലൊക്കെ തന്നെ സൈനൊക്കെ വെച്ചിട്ടാണ് ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം അതൊക്കെ എവിടെ വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം. കാലതാമസമൊക്കെ എടുക്കുമായിരിക്കും, അറിയില്ല. എന്തായാലും അതിൻ്റെ അപ്ഡേഷൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അറിയിക്കാം കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ രേണുസുതി ഒതുങ്ങിയിട്ടുണ്ട്, എന്നാലും ഒതുങ്ങാൻ തയ്യാറല്ല. എന്നാലും പിന്നെയും തലപൊക്കി വരുന്നുണ്ട്. ആ തലക്കുള്ള അടി മിക്കവാറും ഹനാൻ കൊടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒക്കെ ആണെങ്കിൽ രേണുവിന് അത് അടി ഏൽക്കാനുള്ള സാധ്യതയില്ല. ഇതൊക്കെ ഇതിൻ്റെ അപ്പുറം കയറി കടന്ന് വന്നതാണ് കെ ജോസഫ് എന്ന് പറയില്ലേ, അതേപോലെയാണ് രേണുവിൻ്റെ കാര്യം. എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. പിന്നെ ഗുരുമന്ത്ര അപ്ഡേറ്റ് ആണെങ്കിൽ എല്ലാ പ്രോഡക്റ്റുകളും ഇത് കൊറിയർ ആയിട്ടുണ്ട്. എല്ലാവർക്കും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പ്രോഡക്റ്റ്സുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഓഫറും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുമന്ത്രയിൽ കൂടുതൽ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ DM ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും